والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر و10 فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروا واعلموا أن الله غفور حليم لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة فمتعوهن على الموسع قدره وعلى المقتدر قدره متاعا بالمعروف حقا على المحسنين وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. ഇന്ന് പഠിക്കാൻ പോകുന്നത് തലാഖ് പോലെ തന്നെ അതിപ്രധാനപ്പെട്ട ഇദ്ദയെ സംബന്ധിച്ചാണ്. നമ്മൾ ആദ്യം 233 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. 233 ആയത്തുകൾ പഠിച്ച കൂട്ടത്തില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്വലാഖിനെ കുറിച്ച് ഏതാണ്ട് വിശദീകരിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് പറയാണ് വല്ലദീന യതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരിക്കുന്ന ആൾക്കാരെ വയദറൂന, അവർ വിട്ടേച്ചു പോകുന്നു അസ്വാജൻ, ഭാര്യമാരെ. നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ വിട്ടേച്ചു പോകുന്ന ആൾക്കാർ, മരിച്ചു പോകുന്ന ആൾക്കാർ, ഭാര്യമാർ കാത്തിരിക്കണം തങ്ങളുടെ കാര്യത്തിൽ 4 മാസവും 10 ദിവസവും. അവരെത്തിക്കഴിഞ്ഞാൽ അജലമുന്ന, അവരുടെ അവധി, ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല, ഫീമാ ഫഅൽന, അവർ ചെയ്യുന്നതിൽ, ഫീ അൻഫുസിഹിന്ന, അവരുടെ കാര്യത്തിൽ, ബിൽ മഅറൂഫ്, ന്യായമായ നിലയിൽ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതാണ് അതിന്റെ അർത്ഥം. നിങ്ങളിൽ ആരെങ്കിലും ഭാര്യമാരെ
വിട്ട് മരിച്ചുപോയാൽ ആ ഭാര്യമാർ 4 മാസവും 10 ദിവസവും തങ്ങളെ സ്വയം നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ്. അങ്ങനെ അവരുടെ ഇദ്ദയുടെ കാലാവധി എത്തിയാൽ തങ്ങളുടെ കാര്യത്തിൽ ന്യായമായ നിലയിൽ അവർ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. വലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല ഫീമാ അറദ്തും ബിഹി, നിങ്ങൾ സൂചിപ്പിക്കുന്നതിൽ മിൻ ഖിത്ബത്തിൻ നിസാ, സ്ത്രീകളുടെ വിവാഹക്കാര്യം, ഔ അക്നൻതും, അല്ലെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതിൽ ഫീഅൻഫുസികും, നിങ്ങളുടെ മനസ്സിൽ, അലിമല്ലാഹു, അല്ലാഹു അറിഞ്ഞിരിക്കുന്നു, അന്നക്കും നിങ്ങളാണെന്ന്, സതദ്കുറൂനഹുന്ന, നിങ്ങൾ അവരെ ഓർക്കുമെന്ന്, വലാകിൻ ലാ തുവാഹിദുഹുന്ന, എന്നാൽ അവരോട് ഉടമ്പടി ചെയ്യരുത്, സിർറൻ, രഹസ്യമായി, ഇല്ലാ അൻ തഖൂലു, പറയുകയല്ലാതെ, ഖൗലൻ മഅറൂഫാ, നല്ല വാക്ക്, വലാ തഅസിമു, നിങ്ങൾ ഉറപ്പിക്കരുത്, ഉഖദത്തുൻ നിക്കാഹ്, വിവാഹബന്ധം, ഹത്താ യബ്ലുഗൽ കിതാബ അജ്ലഹു, അതിന്റെ അവധി നിശ്ചിത സമയം എത്തുന്നത് വരെ. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങൾ അറിയണം, നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട്. ഫഖ്ദറു, അതുകൊണ്ട് അവരെ ഭയപ്പെടുക. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഗഫൂറുൻ ഹലീം, സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാണ്. ഇതിന്റെ വ്യാകരണം നിങ്ങൾ വേദന മൊത്തം ആയത്ത് അർത്ഥം പറഞ്ഞതിന് ശേഷം വിശദീകരിക്കാം. ലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല, ഇൻ തല്ലഖ്തും, നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, നിസാ, സ്ത്രീകളെ, മാലം തമസ്സൂന, നിങ്ങൾ അവരെ സ്പർശിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ, ഔ തഫ്രിദൂ, അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുമില്ല, ലഹുന്ന, അവർക്ക് പരിവ, വിവാഹമൂല്യം, ഫമത്യുഹുന്ന, നിങ്ങൾ അവർക്ക് ജീവിത വിഭവങ്ങൾ നൽകുക, അലാ മുസ്ഇ, കഴിവുള്ളവന്, ഖദറുഹു, അവന്റെ തോതനുസരിച്ച്, വഅലൽ മുഖ്തിരി, പ്രയാസപ്പെടുന്നവന്, ഖദറുഹു, അവന്റെ കഴിവനുസരിച്ചും, മതഅൻ ബിൽ മഅറൂഫ്, മാന്യമായ വിഭവം, ഹഖൻ, ബാധ്യതയായ, അലൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക്. വഇൻ തല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, മിൻ ഖബ്ല, മുമ്പ്, അൻ തമസ്സൂന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, വഖദ് ഫറൽതും, നിങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു, ലഹുന്ന ഫരീള, അവർക്ക് വിവാഹമൂല്യം, ഫനിസ്, അപ്പോൾ പകുതി, മാ ഫറൽതും, നിങ്ങൾ നിശ്ചയിച്ചതിന്റെ, ഇല്ലാ അൻ തഅഫൂ, അവർ ഇളവ് ചെയ്താൽ ഒഴിച്ച്, അൻ യഅഫൂ, അല്ലെങ്കിൽ ഇളവ് നൽകുക, അല്ലദീ ബിയദിഹി, ആരുടെ കയ്യിലാണോ അവൻ, ഉഖദത്തുൻ നിക്കാഹ്, വിവാഹ ഉടമ്പടി അധികാരം ആരുടെ കയ്യിലാണോ അവൻ. ഇളവ് ചെയ്യലാണ് അഖറബു, ഏറ്റവും നല്ലത്, സമീപസ്ഥമായത്, ഭക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. വലാ തൻസൗ, നിങ്ങൾ മറക്കരുത്, ഫദ്ൽ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, ബൈനക്കും, നിങ്ങൾക്കിടയിലെ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ബിമാ തഅമലൂന ബസീർ, സൂക്ഷ്മമായി കാണുന്നവനും അറിയുന്നവനുമാകുന്നു. ഇതാണ് സംഭവം. ഇനി നമ്മള് അതിന്റെ കാര്യത്തിലേക്ക് കിടക്കാം, അല്ലെ? അപ്പൊ നേരത്തെ വിവാഹമോചനം ചെയ്യപ്പെട്ട ആളുടെ കാര്യത്തായിരുന്നു ഇതുവരെ പറഞ്ഞത്. അപ്പോ വരാറുള്ളതായിരുന്നു നമ്മുടെ സബ്ജക്ട്. ഇനി മരിച്ചുപോയ ഒരാളുടെ ഭാര്യ എന്ന നിലക്ക് അവര് ഇദ്ധരിക്കണം. എത്ര കാലം ഇദ്ധരിക്കണം? 4 മാസവും 10 ദിവസവും. ഇദ്ദ 3-4 തരമുണ്ട്. ഇദ്ദ 3-4 തരമുണ്ട്. ഒന്നാമത്തെ ഇദ്ദ റജഇയായ ത്വലാഖിന്റെ ഇദ്ദയാണ്. രണ്ടാമത്തെ ഇദ്ദ ബാഇനായ ത്വലാഖിന്റെ ഇദ്ദയാണ്. മൂന്നാമത്തെ ഇദ്ദ ഭർത്താവ് മരിച്ചാലുള്ള ഇദ്ദയാണ്. നാലാമത്തെ ഇദ്ദ ഗർഭിണിയുടെ ഇദ്ദയാണ്. 4 ഇദ്ദ. ഇദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണം കണക്കാക്കി, അടത് എണ്ണം കണക്കാക്കി നേടുക. ഒന്നുകൂടി പറയാം. 4 വിധമുണ്ട്. ഒന്ന് റജഇയായ തലാഖ് എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുന്ന തലാഖിന്റെ ഇദ്ദ. തിരിച്ചെടുക്കുന്ന തലാഖിന്റെ ഇദ്ദ. 2 ബായിനായ തലാഖ് എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാത്ത തലാഖിന്റെ ഇദ്ദ. ബാഖിൻ, തിരിച്ചെടുക്കാത്ത തലാഖിന്റെ ഇദ്ദ. 3 ഭർത്താവ് മരിച്ചാലുള്ള ഇദ്ദ.
4 ഗർഭിണിയുടെ വിസ. 4 തരം വിസയുണ്ട്. ഈ 4 തരം വിസക്കും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അതിനെ 4 തരമാക്കിയിട്ട് പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഭർത്താവ് മരിച്ച ആൾക്കാർ ഇരിക്കേണ്ടത് എത്ര കാലം. ഇരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയോ ഇരിക്കുക എന്നല്ല, അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിൽക്കുക എന്നല്ല എന്നതുപോലെ അറഫയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതുപോലെ ഇദ്ദ ആചരിക്കുക എന്നതാണ്. ഇദ്ദയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു മുറിവ് പറ്റിയാൽ പോലും വെള്ളത്തുണി കൊണ്ട് അല്ലാണ്ട് കെട്ടാൻ പാടില്ല എന്നൊക്കെ അത്രത്തോളം ഇരുണ്ട ഒരു അറക്കകത്ത് ഇരിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനൊന്നുമില്ല. അന്യന്മാരെ കാണാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. ഇടപഴകരുത് എന്നതാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം അലങ്കാരങ്ങൾ അണിയരുത്. ആഭരണങ്ങൾ അണിഞ്ഞ് കണ്ണില് സ്വർമ്മിട്ട് മുടിയൊക്കെ നല്ല മെഴുക്ക് വെച്ച് പൊതി നല്ല ഉഷാറാക്കി ഇങ്ങനെയുള്ള സംഗതികളെ സംബന്ധിച്ചാണ് പാടില്ല എന്ന് പറയുന്നത്. അതും റജഇയായ തലാഖിന്റെ ഇദ്ദക്ക് അത് ബാധകം അല്ല. കാരണം റജഇയായ തലാഖിന്റെ ഇദ്ദ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കൂടിയിരിക്കുകയാണ്. ആ ഇക്കളയുടെ ഉദ്ദേശം തന്നെ ഒന്നാണ് തിരിച്ചെടുത്തോട്ടെ എന്നുള്ളതാണ്. അന്നേരം കോലം കെട്ട കോലത്തിൽ ഇരുന്നാവുന്നതിന്റെ തീരെ തിരിച്ചെടുത്തില്ല. അപ്പൊ അവിടെ അവൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അങ്ങനെ ചെയ്യേണ്ടതില്ല. ആ ഇദ്ദക്ക് വിറ്റ്. അതുകൊണ്ടാണ് 4 ഇദ്ദകളും 4 കോലത്തിലാന്ന് പറഞ്ഞത്. മരിച്ചതിന് ശേഷമുള്ളത് മാത്രമല്ല 4 ഇദ്ദയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. 4 തലാഖിനെ കുറിച്ച് ഇദ്ദയെ കുറിച്ച് പറഞ്ഞല്ലോ അതിൽപ്പെട്ടത്. അപ്പോ ഭർത്താവ് മരിച്ച ഇദ്ദ എന്ന് പറയുന്നത് അലങ്കാരങ്ങൾ അണിയരുത്, കണ്ണിൽ സുർമടരുത്, സുഗന്ധം പൂശരുത്, എണ്ണ തേക്കരുത്. ഒന്നുകിൽ ദുഃഖത്തെ സൂചിപ്പിക്കുന്ന കറുപ്പ് വസ്ത്രമോ വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന വെള്ള വസ്ത്രമോ ധരിക്കാം. അത് തന്നെ ധരിച്ചോളണം നിർബന്ധമുണ്ടായിട്ടല്ല. പക്ഷെ വളരെ ആകർഷണീയമായ കളർഫുൾ ആയിട്ടുള്ള ഡിസൈനുള്ള നല്ല അടിപൊളി ഡ്രസ് ഇട്ടിട്ടല്ല എന്നത് മാത്രമാണ്. ഈ വെള്ള എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുറി വെക്കണമെങ്കിൽ പോലും വെള്ളം തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. നിസ്കാര കുപ്പായിട്ട് ഇരിക്കണം എന്നില്ല, അതിനുവേണ്ടി വെള്ള മാക്സി വാങ്ങിക്കൊണ്ടുവരണം എന്നില്ല, വീട്ടിന്റെ അകത്ത് തന്നെ മറകെട്ടിയിരിക്കണം എന്നില്ല. അതേ സമയത്ത് ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും വിനോദങ്ങളിലും ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. അതേ സമയത്ത് ഇദ്ദയിരിക്കുന്ന തന്നെ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ശീലിച്ചുകൊണ്ട് പറയണം. ഇദ്ദ ആചരിക്കുന്ന പറയുന്നത്. ഇദ്ദ ആചരിക്കുന്ന നമ്മൾ നാട്ടുകാരായതുകൊണ്ട് മറ്റേ പറഞ്ഞിട്ട ശീലം അപ്പൊ ഇദ്ദ ആചരിക്കുന്ന ആൾക്ക് വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ പുറത്തു പോകാവുന്നതാണ്. ഹോസ്പിറ്റലിൽ പോകാം, അതല്ലെങ്കിൽ അതുപോലെ വല്ല അത്യാവശ്യങ്ങളും ഉണ്ടെങ്കിൽ പോകാം. ജോലിക്ക് എന്ന് പറഞ്ഞാല് ജോലിക്ക് പോവല്ലാതെ മാർഗമില്ലെങ്കിൽ ജോലിക്ക് പോകാം. ലീവില്ല, ലീവ് കഴിഞ്ഞതാണ്, ലീവില്ല, ജോലി നഷ്ടപ്പെടുന്നുള്ള സാഹചര്യത്തിലൊക്കെ പോകാം. പക്ഷെ മറ്റെവിടെയും രാപ്പാർക്കരുത്. അവനവന്റെ വീട്ടിൽ തന്നെ രാത്രി താമസിക്കണം. പിന്നെ ഭർത്താവ് മരിച്ച ആളുടെ ഇദ്ദയാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ ഇദ്ദയിരിക്കാൻ സാധ്യമല്ലാത്ത വിധം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വീടിന്റെ ഉടമസ്ഥത അതിൽ പ്രശ്നമുള്ള വീടാണെങ്കിൽ, അല്ലെങ്കിൽ വാടക വീട്ടിലാണ്, വാടക കൊടുക്കാനുള്ള പൈസ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ ഒക്കെ സ്ഥലം മാറാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിവാര്യ സാഹചര്യത്തിൽ അള്ളാഹു നൽകിയ ഒരു ഇളവാണ്. ആ ഇളവിനെ ഇളവായിട്ട് കാണണം, നിയമത്തെ നിയമമായിട്ട് കാണണം. ഭർത്താവ് മരിച്ച വീട്ടിലാണ് ഇരിക്കേണ്ടത്. ആ മരിച്ച വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ആ വീട്ടിൽ
സുരക്ഷാ ഭീഷണി ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വീട് ഭർത്താവിന്റെ ഉടമസ്ഥതയിലായിരുന്നില്ല, അപ്പൊ അതിന്റെ ഉടമസ്ഥത നമ്മൾ ഒഴിപ്പിക്കാൻ വരിക, അതല്ലെങ്കിൽ വാടക വീട്ടിലാണ് വാടക കൊടുക്കാൻ കഴിയാതിരിക്കുക, ഇത്യാദി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇരിക്കണം എന്നില്ല. ഇനി ഈ ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഉമ്മ അതേപോലെയുള്ള ആരെങ്കിലുമൊക്കെ ഇവരുടെ പരിചരണം ആവശ്യമുള്ള അവസ്ഥയിൽ സ്വന്തം വീട്ടിലുണ്ടാവുക, വേറെ നോക്കാനില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഭർത്താവ് മരിച്ച വീട്ടിൽ തന്നെ ഇരിക്കണമെന്നില്ല, മാറി പോകാവുന്നതാണ്. പക്ഷെ ആ ഇത് ആചരിക്കുന്ന സ്ഥലത്തു തന്നെ അവർ ഉണ്ടായിരിക്കണം എന്നതാണ്. 4 മാസം 10 ദിവസം അതിന് തഅബ്ബുദി എന്നാണ് പറയാൻ. അതായത് സുബഹി 2 റക്അത്ത്, ളുഹർ 4 റക്അത്ത് എന്നൊക്കെ പറയുന്ന എണ്ണത്തിനെ സംബന്ധിച്ച് നമുക്ക് അറിയാത്തതുപോലെ 4 മാസം 10 ദിവസം എന്ന് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. അല്ല, അതെ, അതായത് വിവാഹമോചിതരാണെങ്കിൽ 3 മാസം നല്ല ശരി, 3 അശുദ്ധി എന്നാണ്, 3 ആർത്തവം എന്നാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ആർത്തവമാണോ ശുദ്ധികാലമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. പിന്നെ അതായത് കുറവ് എന്നാണ് പറഞ്ഞത്. കുറവ് എന്ന് പറയുമ്പോൾ അശുദ്ധി എന്നാണ് പറഞ്ഞാൽ ആർത്തവം ആയാൽ തന്നെ 3 ആയപ്പോ വിവാഹമോചനം ചെയ്തതിന് ശേഷം 3 തവണ മെൻസ്ട്രേഷൻ ആയാൽ ആ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ തന്നെ തീർക്കുന്നതാണ്. അതേസമയം ശുദ്ധികാലം എന്ന് പറയുമ്പോൾ പിന്നെ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് വീണ്ടും ശുദ്ധിയാവുന്നത് വരെ എന്ന രീതി വരും. ശുദ്ധികാലത്തിന്റെ പരിധിയില്ല. അപ്പൊ അതുകൊണ്ട് 3 മാസം. അതേസമയം 3 മാസം എന്ന് പറയാനുള്ള കാരണം ഒരുപക്ഷെ ആർത്തവം ആരംഭിക്കാത്തവരോ അതല്ലെങ്കിൽ ആർത്തവം നിലച്ചവരോ ആണെങ്കിൽ 3 മാസം, 3 ചന്ദ്രമാസം. ഫെബ്രുവരി, ജനുവരി, ഏപ്രിൽ ഒന്നല്ല, 3 ചന്ദ്രമാസം, അറബി മാസം. അതാണ് വിവാഹമോചിതരുടെ ഇദ്ദ എന്ന് പറയുന്നത്. ഇനി വിവാഹമോചനം ചെയ്യുമ്പോൾ ആർത്തവം നിലച്ചിട്ടില്ലാത്ത ഒരു പെണ്ണ് അപ്പൊ ശുദ്ധികാലത്ത് വിവാഹമോചനം ചെയ്യും, തലാഖിന് ശേഷം പിന്നെ ആർത്തവം ഉണ്ടായില്ല എങ്കിൽ അവർ 1 കൊല്ലം ഇദ്ദേഹം. വിവാഹമോചനം ചെയ്യുമ്പോഴേ ആർത്തവം നിലച്ച അവസ്ഥയാണെങ്കിൽ 3 മാസം ഇരുന്നാൽ. വിവാഹമോചനം ചെയ്യുന്നത് ആർത്തവം ഉണ്ടാവുന്ന സമയത്ത് തന്നെയാണ്. ആ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിട്ടുണ്ട്. ശുദ്ധി ആയപ്പോഴാണല്ലോ തലാഖെല്ലാം പാടുള്ളൂ. അപ്പൊ ശുദ്ധിയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നെയാണ് തലാഖ്. അപ്പൊ കുളിച്ച് ശുദ്ധിയായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ഈ മാസം വരെ മെൻസസ് ഉണ്ടായിട്ടില്ല. പക്ഷെ തലാഖ് ചൊല്ലി ഇരിക്കാൻ തുടങ്ങിയ മുതൽ പിന്നെ എന്തില്ല, പിന്നെ മെൻസസ് ഇല്ല എങ്കിൽ 1 കൊല്ലം എന്ത്. അതാണ് അതിന്റെ നിയമം. അപ്പോ 4 തരം ഇദ്ദയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റജഇയായ തലാഖിന്റെ ഇദ്ദ, ബാലിഗായ തലാഖിന്റെ ഇദ്ദ, ഭർത്താവ് മരിച്ചാലുള്ള ഇദ്ദ, ഗർഭിണിയുടെ ഇദ്ദ. അപ്പൊ റജഇയായ തലാഖിന്റെ ഇദ്ദയാണെങ്കിൽ ബാലിഗായ തലാഖിന്റെ ഇദ്ദയാണെങ്കിലും 3 ആർത്തവം എന്നതാണ് കണക്ക് തലാഖിന്റെ ഇദ്ദ. അതേസമയം ആർത്തവം നിലച്ച സ്ത്രീയാണെങ്കിൽ അവര് 3 ചന്ദ്രമാസമാണ് ചെയ്യേണ്ടത്. അതിലുള്ള വളരെ അത്യപൂർവം സംഭവിക്കാവുന്ന ഒരു കേസാണ് ഇത്. അത് പിന്നെ ഇങ്ങനെ തലാഖ് വരെ മെൻസ്ട്രേഷൻ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് തലാഖ് ചൊല്ലി അതോട് കൂടിയിട്ട് ഈ മെൻസസ് ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ അവര് എന്ത് ചെയ്യണം, 1 വർഷം കാത്തിരിക്കണം. അത് അവരുടെ ഒരു നിയമമാണ്. ഇനി അപ്പൊ റജഇയായ തലാഖ്, ബാലിഗായ തലാഖ് പറയും. ഇനി ഗർഭിണിയുടെ ഇദ്ദ. ഗർഭിണിയുടെ ഇദ്ദ പ്രസവം വരെയാണ്. ഇന്ന് രാവിലെ തലാഖ് ചൊല്ലി ഇന്ന് വൈകുന്നേരം പ്രസവിച്ചാൽ അവൾക്ക് വൈകുന്നേരം താമസിക്കണ്ട, തലാഖ് ചൊല്ലി അപ്പൊ തന്നെ അവൾ പ്രസവിച്ചാൽ അവൾക്ക്. ഇനി ഭർത്താവ് മരിച്ചു, 10 മണിക്ക് മരിച്ചു, 10:01 അവൾ പ്രസവിച്ചാൽ അവൾക്ക് ഗർഭിണി തലാഖ്.
അശുദ്ധിയുള്ളപ്പോൾ തലാഖിടാൻ പറ്റില്ല, ഗർഭിണിയെ തലാഖിടല്ല. അപ്പോ നല്ലോണം പഠിച്ചോളി. അതായത് തലാഖ് ചെല്ലുന്നതിന്റെ ഇദ്ദയും ഭർത്താവ് മരിച്ചതിന്റെ ഇദ്ദ 4 മാസം 10 ദിവസമാണ്. പക്ഷേ പ്രസവം എന്നത് ഇദ്ദയുടെ പരിധിയാണ്. എപ്പം പ്രസവം നടന്നാലും അതോട് കൂടിയിട്ട് ഇദ്ദ കാലാവധി കഴിയും. അപ്പോ ഭർത്താവ് മരിച്ച ഒരു പെണ്ണാണെങ്കിൽ മരിച്ചതിന് 1-ഓ 2-ാം ദിവസമോ 3-ാം ദിവസമോ എപ്പോഴാണോ ഇവൾ പ്രസവിക്കുന്നത് അതോടുകൂടി പിന്നെ അവൾ ഇദ്ദ ആചരിക്കേണ്ടതില്ല, ഇദ്ദ കഴിഞ്ഞു. ഇനി ത്വലാഖ് ചെല്ലിയ ഇദ്ദയിലിരിക്കുകയാണ് അല്ലെങ്കിൽ ഇദ്ദ ആചരിക്കുകയാണ്, അപ്പോ ഭർത്താവ് മരിച്ചു. അങ്ങനെയാണെങ്കിൽ റജഇയായ ത്വലാഖാണെങ്കിൽ പിന്നെ അവള് മരിച്ചതിന്റെ ഇദ്ദയായിട്ട് അതിനെ വികസിപ്പിക്കണം. തിരിച്ചെടുക്കാൻ പറ്റുന്ന തലാഖിന്റെ ഇദ്ദയിലാണ് അവളെങ്കിൽ ആ സമയത്ത് ഭർത്താവ് മരിച്ചു പോയാൽ അവൾ എന്ത് ചെയ്യണം? 3 ആർത്തവകാലല്ല ഇദ്ദയിക്കേണ്ടത്, 4 മാസവും 10 ദിവസമാണ്. എന്ന് മാത്രമല്ല ഭർത്താവിന്റെ അനന്തര സ്വത്തിന് ഇവൾ അവകാശിയാണ്. ഇദ്ദയിലിരിക്കെ പെണ്ണ് മരിച്ചു പോയാൽ അവളുടെ സ്വത്തിന് അവനും അവകാശിയാണ്. ബാഹിരായ തലാഖാണെങ്കിൽ, തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാഖാണെങ്കിൽ ആ തലാഖിന്റെ ഇദ്ദയിൽ ഇരിക്കുമ്പോഴാണ് അയാൾ മരിച്ചതെങ്കിൽ അവൾ 4 മാസം 10 ദിവസം ഇരിക്കേണ്ടതില്ല. കാരണം ബാഹിരായ തലാഖ് ചൊല്ലുന്നതോടുകൂടി തന്നെ അവർ തമ്മിലുള്ള ബന്ധം വേർപെട്ടു. പിന്നെ അയാൾ ജീവിച്ചാലും മരിച്ചാലും ഓളെ ബാധിക്കുന്ന പ്രശ്നം അല്ല. അപ്പൊ അതുകൊണ്ട് ബാഹിരായ ത്വലാഖിന്റെ ഇദ്ദയിലായിരിക്കെ ഭർത്താവ് മരിച്ചാൽ അവൾ അവൾക്ക് അവന്റെ അനന്തരാവകാശം കിട്ടൂല. അവൾ എന്ത് ചെയ്യേണ്ടിയില്ല? ഇദ്ദ 4 മാസം ഇരിക്കേണ്ടിയില്ല. കാരണം ആരോ മരിച്ചത് ഇവൾക്ക് എന്തിരിക്കും. പക്ഷെ അതേ സമയത്ത് ഈ ത്വലാഖിന്റെ ഇദ്ദ പൂർത്തിയാക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കാം. ഓക്കെ, ഒന്നുമില്ല. അതായത് തിരിച്ചെടുക്കുന്ന തലാഖിന്റെ ഇദ്ദയിലാണെങ്കിലാണ് ഭർത്താവ് അപ്പൊ മരിച്ചാലാണ് എന്ത് ചെയ്യേണ്ടത്. അതേ സമയത്ത് ബാഹിരായ തലാഖ്, തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാഖ് എന്തൊക്കെയാവാം? ഈല ആകാം, ളിഹാർ ആകാം, ലിആൻ ആകാം, അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ 3ാമത്തെ തലാഖാവാം, അല്ലെങ്കിൽ മുബാറകയാവാം. ഇതൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത കേസാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നതെങ്കിൽ അവൾ ത്വലാഖിന്റെ ഇദ്ദ പൂർത്തീകരിച്ചാൽ മതി, മരണത്തിന്റെ ഇദ്ദ ഇരിക്കേണ്ടതില്ല. അവന്റെ അവകാശം അവൾക്ക് കിട്ടുകയില്ല. ബാഹിരായ ത്വലാഖ് ചെല്ലപ്പെട്ട് ഇദ്ദയിലിരിക്കെ അവൾ മരിച്ചാൽ അവനും അവകാശം കിട്ടുകയില്ല. ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യം, ഇദ്ദയിലിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവളോട് പോയിട്ട് കല്യാണം ആലോചിക്കരുത്. അപ്പൊ ഭർത്താവ് മരിച്ച ഇദ്ദ ആചരിക്കുന്ന പെണ്ണിനോട് വിവാഹാലോചന നടത്തരുത്. പക്ഷേ വ്യംഗ്യമായി ചിലത് സൂചിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. സൂചിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിക്കോളാം എന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇനിയും വിവാഹമൊക്കെ നടക്കുമല്ലോ എന്നോ അല്ലെങ്കിൽ വിവാഹപ്രായം നമുക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നോ ഒക്കെ പറയുന്നതിന് കുഴപ്പമില്ല. അന്യപുരുഷന് ഫോൺ ചെയ്തൂടെ, അന്യപുരുഷന് പെങ്ങളോട് പറഞ്ഞയച്ചൂടെ, അന്യപുരുഷന് പാപ്പാനോട് പറഞ്ഞൂടെ, എന്തെന്തെല്ലാം സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വിവാഹ കരാറിൽ ഏർപ്പെടാനോ വിവാഹം ആലോചിക്കാനോ ഒന്നും പാടില്ല. ഇനി ഈ ഭർത്താവ് മരിച്ച് ഇദ്ദയിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ, ആ ഇദ്ദയിരിക്കുന്ന പെണ്ണിനെ എനിക്ക് കെട്ടിയാൽ തരക്കേടില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോയാൽ അത് കുറ്റമല്ല.
അള്ളാഹു വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ മനസ്സിൽ മറച്ചു വെക്കുന്നതിന് അംബുസിക്കും നിങ്ങളുടെ മനസ്സിൽ മറച്ചു വെക്കുന്നത് ഒരു കുറ്റമല്ല. അയാൾ മരിച്ചു, അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ആളെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരാൾക്ക് തോന്നാണ് എനിക്ക് അവളെ കെട്ടിയതല്ല എന്ന് തോന്നുന്നത് ഒരു കുറ്റല്ല. പക്ഷെ അത് നിങ്ങളോട് പോയിട്ട് അന്നേരം പറയരുത്. ഇത്ത കഴിഞ്ഞാലേ അത് പറയാൻ പാടില്ല. ഇനി അങ്ങനെ ഇത്ത ആചരിക്കുന്ന ഒരു പെണ്ണ് പ്രസവിച്ചു, എന്നാൽ അന്ന് തന്നെ കുറവാണ് കല്യാണം കഴിക്കുന്നത്. ഇത കഴിഞ്ഞില്ലേ? ഇത്ത ആചരിച്ചില്ല കുറ്റം കിട്ടും. നിസ്കരിച്ചില്ല എന്താണെന്ന് ചോദിക്കണമായിരുന്നു. നിസ്കരിച്ചില്ലെന്താവും, മുമ്പെങ്കിലെന്താവും എന്നൊക്കെ ചോദിക്കണമായിരുന്നു. ഇത് ആചരിച്ചിട്ടല്ലേ? ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ? അള്ളാഹുവിന്റെ നിയമമാണ്. നിങ്ങൾ അവനെ ഭയപ്പെടുക. വഅലമു, നിങ്ങൾ അറിയുക. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഗഫൂറുൻ ഹലീം, ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണ്. പണ്ടങ്ങോ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ തൗബ ചെയ്തോളി എന്നാണ് അതിന്റെ മാന. അപ്പോ ഇദ്ദ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിക്കണേനിടയിൽ അപ്പോ വിവാഹ അന്വേഷണം, ആലോചന ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വ്യംഗ്യമായി സൂചിപ്പിക്കാം. അതേസമയം റജഇയായ തലാഖാണെങ്കിൽ, തിരിച്ചെടുക്കാവുന്ന തലാഖാണെങ്കിൽ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതോ കെട്ടാൻ മോഹിക്കുന്നതോ പോലും തെറ്റാണ്. കാരണം അപ്പോഴും അവൾ അവന്റെ ഭാര്യ എന്ന പദവി പൂർണ്ണമായി ഉണ്ടായിട്ടില്ല, ഒഴിവായിട്ടില്ല. അപ്പൊ ഒരാളുടെ ഭാര്യനെ പോയിട്ട് കെട്ടാൻ തോന്നാൻ പാടില്ല. അതാണ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റജഇയായ തലാഖ്, ബായിനായ തലാഖ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ കുറെ പ്രശ്നങ്ങൾ തീരും. ഇനി ഈ പ്രസവത്തോട് കൂടിയിട്ട് ഇദ്ദാ കാലാവധി കഴിഞ്ഞു, പിന്നീട് വിവാഹം ചെയ്യാം. പക്ഷെ ഇവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിഫാസിന്റെ ടൈം കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര അതിൽ പ്രശ്നമുള്ളൂ. പ്രസവരക്തം കാലാവധി കഴിഞ്ഞ് ശുദ്ധിയാവണമെന്ന് മാത്രമേ ഉള്ളൂ. തലാഖ് ചെല്ലുമ്പോൾ ഒന്നാമത്തതാണെങ്കിൽ റജഇയാണ്, രണ്ടാമത്തെ തലാഖും റജഇയാണ്. അത്വലാഖ് മറതാൻ, 2 തവണ റജഇയായ തലാഖാണ്. മൂന്നാമത്തെ തലാഖാണെങ്കിൽ അത് ബാഇനായ തലാഖാണ്. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലൊക്കെ കണക്കാണ്. അപ്പൊ നിങ്ങൾ വിവാഹ അന്വേഷണം നടത്തരുത്. ഇനി അടുത്ത നിയമം, ഓരോരോ നിയമങ്ങൾ കേട്ടോളൂ. ഇനി നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണ്. ആരെ? അല്ല, സ്ത്രീകള്. പക്ഷെ നിങ്ങൾ മാലം തമസ്സൂഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. സ്പർശിക്കാൻ ഇങ്ങനെ തൊടുന്നതിനല്ല പറയാ, ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ചാണ് മസ്സ എന്ന വാക്ക് ഉപയോഗിച്ചത്. അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ സ്പർശിക്കുകയും പിന്നീട് വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്താൽ തയമ്മം ചെയ്യണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഭാര്യയെ തൊട്ടത് കൊണ്ട് എന്താവില്ല, ഒന്നും അറിയില്ല. അവിടെ മസ്സ എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തെ കുറിച്ചാണ് എന്ന് പറയുന്നത്. അല്ല, വാക്കർത്ഥം തന്നെ എടുക്കുകയാണെങ്കിൽ തൊട്ടാൽ തന്നെ ഒന്നും മുറിയുന്നു വേറെ ഒരു കൂട്ടരും പറയും. അങ്ങനെയാണ് ഭയനെ തൊട്ടാൽ ഒന്നും മുറിയോ മുറിയില്ല എന്നുള്ള പ്രശ്നം. ഷാഫി മതബ് അനുസരിച്ച് തൊട്ടാൽ ഒന്നും മുറിയും. അതിന്റെ ഒരു കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സൂക്ഷ്മതയുടെ മതബാണ്. അതായത് തൊട്ടാ മുറിയൂല എന്നല്ല സംശയം. നാം മുറിയെന്ന് വെച്ചാൽ പ്രശ്നമല്ലല്ലോ, മുറിയില്ലാന്ന് വെച്ചാലല്ല പ്രശ്നമുള്ളൂ എന്നതാണ്. അങ്ങനെയാണ് അതിന്റെ വിധി വന്നത്. അതടക്കട്ടെ. അപ്പൊ ഇവിടെ പറയുന്നത്, ഒരാൾ നിക്കാഹ് ചെയ്തു, പക്ഷേ അവർ ഒന്നിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്നേരം തലാഖായാൽ അവൾ ഇരിക്കേണ്ടതില്ല. നമുക്ക് ഇതല്ല എന്ന് മാത്രമല്ല, അപ്പോൾ ഈ വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി ഓക്ക് കൊടുക്കണം. ഓളത് വേണ്ട എന്ന് വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. അതേപോലെ അവൾക്കൊരു മത്താൾ,
മത്താ എന്ന് പറഞ്ഞാല് മതാഅൻ മഅറൂഫ് എന്നാണ് പറയുന്നത് തന്നെ. മതാഅൻ മഅറൂഫ്, മാന്യമായ ഒരു വിഭവം എന്നാണ്. അല്ലാണ്ട് ഓന്റെ പുര വെക്കണ ജാതിയുള്ള സാധനം വാങ്ങണതിനെ കുറിച്ചല്ല മത്താ എന്ന് പറയും. അപ്പൊ അത് ഈ വിവാഹ മൂല്യത്തിന് സമാനമായത്. ഒരു നാട്ടിലൊരു സാധാരണ ഒരു പെണ്ണിന് ഒരു 500 രൂപ എടുത്തിട്ട് മാനം കെടുത്തണം എന്നല്ല, മാന്യമായ ഒരു സംഗതി കൊടുക്കാം. ആ കൊടുക്കുന്നതിൽ അവൾക്കത് വേണ്ട എന്ന് വെക്കാം, വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷെ പുരുഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നല്ലത്. പ്രയാസപ്പെടുന്ന ആളുകൾ ആ അർത്ഥത്തിലും സാമ്പത്തികമായ വിശാലതയുള്ളവർ ആ അർത്ഥത്തിലുമാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇളവ് ചെയ്യാൻ നല്ലത് ആണിനാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെന്ത് ചെയ്യാ, അവർക്ക് കൊടുത്ത് അങ്ങനെ ഒഴിവാവുക എന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോ ത്വലാഖ് ആണ്, പക്ഷെ ഇദ്ദ വേണ്ട. ത്വലാഖാണ്, ഇദ്ദ വേണ്ട. അതേതാണ് സാഹചര്യം? കല്യാണം കഴിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ത്വലാഖാണ്, ഇദ്ദ വേണ്ട. അപ്പൊ ത്വലാഖാണ്, ഇദ്ദ വേണ്ട എന്ന സാഹചര്യം ഉണ്ട് എന്നർത്ഥം. അത് ഏതാണ് സാഹചര്യം എന്ന് വെച്ചാൽ നിക്കാഹ് ചെയ്തിട്ടേ ഉള്ളൂ, കൂട്ടിക്കൊണ്ടുപോയിട്ടൊന്നുമില്ല, അന്നിങ്ങനെ നിക്കാഹ് നടന്നു എന്നല്ലാതെ പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഇദ്ദ ഇരിക്കേണ്ടതില്ല, ഇദ്ദ ആചരിക്കേണ്ടതില്ല. ഇതല്ലാതെ തന്നെ ഓക്കെ. ശരി, ഇനി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയും. ഇദ്ദ സ്റ്റാർട്ട് ചെയ്ത ത്വലാഖ് മുതലാണ്. ഇദ്ദ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്വലാഖ് മുതലാണ്. ത്വലാഖ് ചൊല്ലിയ വിവരം അവൾ അറിഞ്ഞത് 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അവൾ ഇദ്ദ കഴിഞ്ഞു. ഭർത്താവ് മരിച്ചത് അവൾ അറിഞ്ഞത് 5 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അവൾ ഇദ്ദ കഴിഞ്ഞു. പക്ഷെ ത്വലാഖ് മുതലാണ് ഇദ്ദ തുടങ്ങുന്നത്. മരിച്ചത് മുതലാണ് ഇദ്ദ തുടങ്ങുന്നത്. പിണങ്ങിപ്പോയത് കൂട്ടൂല. പിണങ്ങിപ്പോയവരുടെ ഇവരെ നിക്കാഹിന് എന്തോ സംഭവിക്കണ്ടോ? ഒന്നും സംഭവിക്കണില്ല. നിക്കാഹ് എന്ന് പറയുന്ന ഉടമ്പടിയാണ് പ്രശ്നം. ആ ഉടമ്പടി ഓള് പിണങ്ങിപ്പോയെന്നുള്ളതുകൊണ്ട് ഉടമ്പടി ഇല്ലാണ്ടാകണില്ല. മോന്റെ ഓൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ തിരിഞ്ഞു അഞ്ഞൊന്നും ചോദിക്കാനല്ലേ? കുറെ കൺഫ്യൂഷൻ ചോദിച്ചോളൂ. ആര് കാരണമായാലും പിണങ്ങിയത് കൊണ്ട് ഇദ്ദ ഇരിക്കാൻ പറ്റൂല. പിണക്കം ഇദ്ദയുടെ കാരണമല്ല. അത് ആരെ കാരണത്തിൽ പിണങ്ങിയാൽ തലാഖ് ചെല്ലാൻ കോടതി ഇടപെടേണ്ടതില്ലല്ലോ. ഇല്ല, അങ്ങനെ സംഭവിക്കും. തലാഖ് ചെല്ലുന്നത് എപ്പോഴാണോ അപ്പോൾ തലാഖ് സ്റ്റാർട്ട് ആവും. അല്ല, കോർട്ട് എന്തിനാണ്? തലാഖല്ലേ. കോർട്ടിൽ പോകുന്നത് എന്തിനാണ്? ഓ നോക്കുന്നില്ല, പീഡിപ്പിക്കുന്നു, നാത്തൂനും അമ്മായിമ്മ ഇടങ്ങാറാക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ കോടതിയിൽ പോണത്. അതിനാണ് കോടതിയിൽ പോണത്. അതിന്റെ മുകളിൽ എന്ത് വിധി വന്നാലും അതും ഇതുമായിട്ട് എന്താ ബന്ധം? പിന്നെ കോർട്ടിനെ സമീപിക്കേണ്ടത് എപ്പോഴാണ്? കോർട്ട് മീൻസ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഖാദി. അത് ഫസ്ഖിനാണ് അല്ലെങ്കിൽ ഖുൽഇനാണ്. അപ്പോഴാണ് ഖാദി പറയാ ശരി അത് ഫസ്ഖാക്കാം. അപ്പൊ അത് മുതലാണ് ഇദ്ദ. അപ്പൊ വിധി മുതലാണ്. അല്ലെങ്കിൽ ഖുൽഉ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണ് ഭർത്താവിനോട് പറയാണ് നിങ്ങൾ എന്നെ ഒഴിവാക്കി. അപ്പൊ ഓൻ പറഞ്ഞ ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചില്ല. അപ്പോൾ ഓള് പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ ഒഴിവായിട്ടത് എന്ന് പറഞ്ഞാൽ ഓൻ പറയാണ് എന്റെ മഹറിന്റെ പൈസ, എന്റെ കല്യാണ ചെലവ് എനിക്ക് വേറെ കെട്ടണമെങ്കിൽ അതിൻ്റെ പൈസ ഒന്നുമില്ല, അവിടെ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കില്ല, എന്നാ ഞാൻ ഇത് പൈസ ഞങ്ങൾ ഒഴിവാക്കി. അങ്ങനെ ഇവന് അങ്ങോട്ട് ആനുകൂല്യം കൊടുത്തിട്ട് ഓൻ ഒഴിവാക്കുന്നതിനെയാണ് ഖുൽഉ എന്ന് പറയുന്നത്. അതിന് കോടതി വേണം, ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. ഇവനെ കാണാതാവുകയോ ഇവളുമായിട്ട് നിൽക്കും ബന്ധപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ അവൾക്ക് ഫസ്ഖ് ചെയ്യാം.
അല്ലെങ്കിൽ അവന് മാരകമായ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ, ഭ്രാന്തായാൽ, മറ്റു അതേപോലെ സമാനമായ എന്തെങ്കിലും സംഗതിക്ക് ഓനുണ്ടായാൽ ഓൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ചെയ്യാം. നമ്മളെ നാടൻ വർത്താനുണ്ടല്ലോ, ഓൻ നല്ലോണുള്ളപ്പോ ഓനോളെ നോക്കിയതല്ലേ, അപ്പൊ ഓനിപ്പോ ഭ്രാന്തായി പോയിട്ട് ഓളോ ഓനെ ഒഴിവാക്കാണോ എന്ന വർത്താനൊന്നും നിയമത്തിൽ ബാധകല്ല. ആണിന് ഭ്രാന്തായാൽ ആണിനെ ഒഴിവാക്കാം, പെണ്ണിനെ ഒഴിവാക്കാം. ആ ഭ്രാന്തിന്റെ കൂടെ ജീവിക്കണം എന്ന് ഇസ്ലാം പറയണില്ല. ഇനി ഒരാൾക്ക് അതൊക്കെ സഹിച്ച് സേവനം ചെയ്ത് അങ്ങനെയും കഴിയാം, അതിന് കൂടുതൽ പുണ്യം കിട്ടും. ചെലവിന് കൊടുക്കാൻ ഈ റജഇയായ ത്വലാഖിൽ ഇവളുടെ കാലത്ത് ഇവൻ ചെലവിന് കൊടുക്കണം. കുട്ടികൾക്ക് ചെലവ് എന്ന് പറയുന്നതും തലാഖുമായിട്ട് ബന്ധമല്ല. കുട്ടി ഇവന്റെ കുട്ടിയാണ്. അത് ഏത് കാലത്തും ഒരു പ്രായപൂർത്തിയാകുന്നവരെ കുട്ടിനെ നോക്കേണ്ട ബാധ്യത ഭർത്താവിന് അല്ലെങ്കിൽ പാപ്പക്കുണ്ട്. ഇനി ഇവൾക്കും ചെലവിന് കൊടുക്കണം. ഇവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ ഉള്ള സമയം കൊടുക്കണം. ഇവൾ കുട്ടിനെ മുലയൂട്ടുകയാണ്, അതതിന്റെ മുമ്പത്തെ ആയത്ത് പറഞ്ഞ്, മുലയൂട്ടുകയാണെങ്കിൽ മുലകുടി പ്രായം കഴിയുന്നത് വരെ അവൾക്ക് ഭക്ഷണവും വസ്ത്രവും ഇവൻ കൊടുക്കണം. ഇവർക്ക് രണ്ടു കൂട്ടർക്കും ആലോചിച്ച് വേറൊരാളെ മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ മുല കൊടുക്കുന്നതിന് തന്നെ പൈസ വേണമെന്നാണ് അതും കൊടുക്കേണ്ടതാണ്. അതൊക്കെ തലാഖിന് ശേഷം സംഭവിക്കുന്ന കാര്യം. ഇനി ഒരാള് മരിക്കാൻ നേരത്ത് കുറെ സ്വത്തൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് മരിക്കാൻ നേരത്ത് ഇയാൾക്ക് തോന്നാണ് ഇവക്ക് അനന്തര സ്വത്ത് കിട്ടരുത്. അങ്ങനെ സക്കറാത്തിന്റെ ഹാലിൽ അയാൾ അങ്ങനെ തലാഖ് ഇല്ല. ആ തലാഖ് ഖാദി പരിഗണിക്കരുത്. അങ്ങനെ മരിച്ചാൽ അവൾക്ക് അനന്തരം വാങ്ങിക്കൊടുക്കണം എന്നാണ്. അല്ല, പറയാൻ പറ്റില്ല. കാക്ക മരിക്കാതെ ദുഷ്ടതരം ചെയ്താൽ എന്താക്കും? ഒരാള് അങ്ങനൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാല് എങ്ങനെ ഉണ്ടാവാറ്? ഒരു സാധനം ഉണ്ടായിട്ടല്ലാതെ നിയമം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയാണ്. പക്ഷെ മരണാസന്നനായിരിക്കെ ചെയ്യുന്ന തലാഖിനാണ് അത് ബാധകമാവുള്ളൂ. 90 വയസ്സായി എന്നതുകൊണ്ട് അങ്ങനെ ആവില്ല. 90 വയസ്സായാലും തലാഖ്. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മരണാസന്നനായ ഒരാളുടെ വസിയത്തിന്റെ 1/3 എന്താക്കുള്ളൂ? ഒരാളുടെ 10 ഏക്കർ സ്ഥലം അയാള് എന്ത് ചെയ്യാണ്, എത്തിങ്ങാനൊക്കെ വള്ളിക്കോ ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ 10 ഏക്കർ പോവില്ല. 3.5 ഏക്കറെ 3.30 പോകുള്ളൂ. അതായത് 1/3 പോകുള്ളൂ. ബാക്കി അനന്തരാവകാശമൊക്കെ വരും. ഇയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെയാണ് മരണാസന്നനായ ഒരാൾ തലാഖ് ചൊല്ലിയാൽ ഭാര്യക്ക് അനന്തരം ഈ ഗവൺമെന്റ് വാങ്ങിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യും? ഭാര്യയെ പീഡിപ്പിക്കാൻ വേണ്ടി. ഈ പെണ്ണിനെ പീഡിപ്പിക്കുന്ന ഒരവസരം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പുറത്തിറങ്ങി നോക്കിയാൽ മൊത്തം പെണ്ണിനെ പീഡിപ്പിക്കുന്ന പരിപാടിയെ ഇസ്ലാമിലുള്ളൂ. അതാണ് തോന്നുന്നത്. പെൺകുട്ടി തലാഖുമായിട്ട് ബന്ധമല്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വാപ്പ തന്നെയാണ്. വാപ്പ മക്കളെ തലാഖെല്ലാം കഴിയൂല. അത് ഓക്ക് വിവരലായിട്ടല്ലാണ്ട് അതിനൊന്നും പറയാൻ പറ്റില്ല. ത്വലാഖ് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം മുറിയുകയില്ല. അപ്പൊ ഈ വാപ്പ തന്നെയാണ് കുട്ടിയുടെ വലിയ. വാപ്പ തന്നെയാണ് നിക്കാഹിന് കൈ കൊടുക്കേണ്ടത്. അതിന് വാപ്പ എവിടെയാണോ ഉള്ളത് വെച്ചാൽ വാപ്പനെ കൂട്ടിക്കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട്. അധികാരം മാത്രമല്ല ഉള്ളത്, അവളെ പോറ്റേണ്ടത് വാപ്പയാണ്, ചെലവിന് കൊടുക്കേണ്ടത് വാപ്പയാണ്. അത് തലാഖ് കഴിഞ്ഞാലും മരിച്ചാലും ഒക്കെ എങ്ങനെയാണ്. ഇനി മരിച്ചുപോയ ഒരാളുടെ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ചെലവും സംഗതികളും ഒക്കെ ഇവന്റെ അനന്തരാവകാശത്തിൽ നിന്ന് കൊടുക്കണം. തലാഖ് ചൊല്ലിയ ഒരാളുടെ ഭാര്യ, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഇരിക്കുമ്പോഴുള്ള ചെലവ് കൊടുക്കാൻ അയാൾ ബാക്കിയായാലും അയാൾ മരിച്ചു വയ്ക്കുകയാണെങ്കിൽ അനന്തരാവകാശികൾ കൊടുക്കണം. അങ്ങനെയാണ്. അതെ, അത് നമ്മുടെ ഇസ്ലാമിക ശരീഅത്തും മുഹമ്മദൻ ലോയും തമ്മിൽ വേർപിരിയുന്ന ഒരു പോയിന്റാണ്. അതായത് നമ്മുടെ പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയിൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചില സംഗതികൾ അതിൽ വന്നു ചേർന്നിട്ടുണ്ട്.
അത് പെണ്ണിന്റെ അന്തസ്സിനെ നിരക്കാത്തൊരു കാര്യമാണ്. കാരണം ത്വലാഖ് ചൊല്ലപ്പെട്ട അന്യയായ ഒരു പുരുഷൻ, അന്യയായ ഒരു സ്ത്രീ, അവൾക്ക് ഇയാളെ ചെലവിന് കൊടുക്കുക അല്ലെങ്കിൽ അയാളെ ചെലവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സില്ലാത്ത കാര്യമാണ്. പക്ഷെ കോടതി അങ്ങനെ വിധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് അതിനുകൊണ്ടാണ് ചെലവിന് കൊടുക്കാൻ വിധി വരുന്നത്. ആ ചെലവ് ശരിക്ക് അന്യായമാണ്, ഹക്കല്ല. വിശ്വാസപരമായിട്ട് ഒരു മുഅ്മിൻ അത് വാങ്ങാൻ പാടില്ല എന്നതാണ്. അതേസമയം ഇന്ത്യൻ കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ചെലവിന് തരാനൊക്കെ വിധിക്കും. പക്ഷെ ഷാബാന കേസിലൊക്കെ വന്ന അപ്പൊ അത് യഥാർത്ഥത്തില് ഈ ഇസ്ലാമിക നിയമത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ്. അതൊക്കെ തിരുത്തേണ്ട സാധനമാണ്. അതെ, ഇത് സാധാരണ നാട്ടുമധ്യസ്ഥത്തിൽ ധാരാളം പ്രയോഗിക്കുന്ന ഒരായത്താണ് ഈ പറഞ്ഞ ആയത്ത് കേട്ടോ. ഈ ആയത്ത് പറഞ്ഞിട്ടാണ് സാധാരണ ഇസ്ലാമും ദീനും ഒന്നും ഇല്ലാത്തവരും ഈ ആയത്ത് കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. മതാഅം ബിൽ മഅറൂഫി ഹഖൻ അലൽ മുഹ്സിനീൻ എന്ന് പറയും. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് മതാ കൊടുക്കണം, അതാണ് സൽക്കർമ്മികളുടെ ബാധ്യതയാണ്, അത് സുഹൃതം ചെയ്യുന്നവരുടെ ബാധ്യതയാണ് മത്താൾ. പക്ഷെ മത്താൾ എന്ന് പറയുന്നത് വിവാഹമോചന സമയത്ത് അവൾക്ക് കൊടുക്കുന്ന മൂല്യമാണ്, ഒരു വിഭവമാണ്. അത് തന്നെയും ഇവിടെ അള്ളാഹു വളരെ കൃത്യമായിട്ട് ആ ആയത്തിൽ പറഞ്ഞു, ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ്, മാന്യമായതാണ് കൊടുക്കേണ്ടത്, അതിൽ കൂടുതലല്ല. വിവാഹ ശേഷം ഈ പറഞ്ഞ പോലെ ഭക്ഷണവും വസ്ത്രവും കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വസ്ത്രം എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷത്തിന്റെ കാഞ്ചീപുരം സാരി കൊടുക്കുക എന്നല്ല, 100 രൂപയ്ക്ക് 3 കിട്ടുന്ന ജാതി കൊടുക്കുക എന്നല്ല. അതിന്റെ ഇടയ്ക്ക് മാന്യമായ ഒരു കുടുംബത്തിന്റെ മാന്യതയും കഴിവും ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതെ, അതും കൂടി മാഷ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കും. ഈ സ്വത്തവകാശത്തിന്റെ ആണിന് 2 പെണ്ണിന് 1 എന്ന് പറയുന്നതിൽ ദുഃഖപ്പെടും എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മൊഴിചൊല്ലി വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന പെണ്ണിനെ പോറ്റേണ്ട ബാധ്യത പിന്നെ ഭർത്താവില്ലാത്ത പെണ്ണിനെ പോറ്റേണ്ടത് ആങ്ങളാരാണ്. അപ്പോ അതേ സമയത്ത് ആങ്ങളാരെ പോറ്റേണ്ട ബാധ്യത പെങ്ങൾക്കില്ല. അപ്പൊ സ്വത്ത്, അനന്തര സ്വത്തില് കൂടുതൽ ആണിന് വരുന്നതിന്റെ ചില ന്യായങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഇല്ല, വലിയ പിതാവാണ്. പിതാവ് മരിച്ചാൽ പിതാവിന്റെ ജ്യേഷ്ഠനോ അനുജനോ. ഉമ്മ ഭാഗത്ത് പറ്റൂല. ഉമ്മാന്റെ ആങ്ങള അമ്മോന് ഞമ്മക്ക് വലിയ കാര്യമാണ്. അത് ഞമ്മക്ക് വലിയ കാര്യമൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്തോളി. പക്ഷെ ദീൻ ഇസ്ലാമിൽ ഒരു പ്രമാണമല്ല അമ്മോന്. അമ്മാവൻ ഒരു പ്രമാണമല്ല. അമ്മാവന്റെ ഭാര്യ അന്യ പെണ്ണാണ്. അമ്മായിയും നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അമ്മോൻ തലാഖ് യുദ്ധ കഴിഞ്ഞാൽ അതിനെ നമുക്ക് കെട്ടാം, അമ്മായി. അതുകൊണ്ട് അമ്മായിയുമായിട്ട് ഒറ്റക്കാവാൻ പാടില്ല. നമ്മൾ നായന്മാരുടെ ഇടയിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് അമ്മായി എന്ന് പറഞ്ഞാല് ഉമ്മന്റെ സ്ഥാനമാണ്. പക്ഷെ മരുമക്കത്തായ അത് അവിടുന്ന് വന്നാണല്ലോ. യഥാർത്ഥത്തില് ഉമ്മാരത്ത് എന്ന് പറയില്ലേ, ഉമ്മാന്റെ വീട്ടില് ഉമ്മന്റെ അടുത്ത് ഉമ്മാരത്ത്. അത് ഇങ്ങനെ വന്നതാണ്, ഈ മരുമക്കത്തായം വഴി വന്നതാണ്. ഉമ്മാന്റെ ആങ്ങള എന്ന് പറയുന്നത് അമ്മാവൻ. അതുപോലെ അമ്മോന്റെ പെണ്ണുങ്ങൾ അമ്മായി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും വലുത് പറഞ്ഞുണ്ടോ. അതിങ്ങനെ വന്നതാണ്, പശുഭക്തി പോലെ വന്നതാണ്. യഥാർത്ഥത്തില് അമ്മാവന്റെ ഭാര്യയെ തൊടാൻ പാടില്ല. അമ്മാവന്റെ ഭാര്യയെ തൊടാൻ പാടില്ല, അന്യരാണ്. ആങ്ങളാരുടെ മക്കളെ നിങ്ങള് ഒരു പരിധി കഴിഞ്ഞാൽ ഒറ്റക്കാവാൻ പാടില്ല. ബാപ്പന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ തന്നെയാണ്. ബാപ്പന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, ബാപ്പന്റെ അനിയന്റെ ഭാര്യ, അതൊക്കെ ബാപ്പന്റെ ജ്യേഷ്ഠന്റെ അനുജന്റെയോ ഭാര്യ ആകുമ്പോൾ മാത്രം വിലയുള്ള ഒരു സാധനമാണ്. വിലകില്ല വേറായി. നമ്മൾ വിളിക്കുന്ന നോക്കിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ പലതും വിളിക്കുകയാണ്. നമ്മള് മൂത്തച്ചി എന്ന് വിളിക്കണില്ലേ, എമ്മാതിരി ആഭാസാണത്. അതിനേക്കാൾ വലുതാ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അച്ചി എന്ന് പറഞ്ഞ ഭാര്യ, മൂത്തച്ചി എന്ന് പറഞ്ഞാൽ മൂത്ത ഭാര്യ. ജ്യേഷ്ഠന്റെ ഭാര്യ മൂത്തച്ചിയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അശ്ലീലം പറഞ്ഞുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലങ്ങനെ വിളിക്കുന്നുണ്ട്. മൂത്തച്ചിക്ക് ഉമ്മന്റെ സ്ഥാനം കള്ളമാണ്. മൂത്തച്ചിക്ക് ഉമ്മന്റെ സ്ഥാനമില്ല.
മൂത്തച്ഛിക്ക് ഇങ്ങനെ ഉമ്മന്റെ സ്ഥാനം ഉണ്ടാവുക? ഇക്കാക്ക മരിച്ചു കഴിഞ്ഞാൽ ഓളങ്ങനെ കല്യാണം കഴിക്കാം, പിന്നെ അങ്ങനെ ഉമ്മന്റെ സ്ഥാനം അങ്ങനില്ല. അതായത് ജ്യേഷ്ഠൻ മരിച്ചു കഴിഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന് കല്യാണം കഴിക്കാന്ന് മാത്രമല്ല, പറ്റെങ്കിൽ കഴിക്കാണ് വേണ്ടത്. മനസ്സിലായോ? അനിയന്റെ ഭാര്യയെ പറ്റുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പറ്റുന്നറിയില്ല, സാധ്യമാണെങ്കിൽ അതിനെ ഇയാളിനെ കല്യാണം കഴിക്കേണ്ടത്. കാരണം ആ മക്കളും ആ കുടുംബമായിട്ടുള്ള ബന്ധവും ഒക്കെ നിലനിർത്താൻ അതാണ് നല്ലത്. പക്ഷെ അവനാന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം നിലനിർത്തില്ലെങ്കിൽ അതിന് നിൽക്കരുത്. അതായത് അച്ഛന്റെ ഇക്കാക്ക മരിച്ചപ്പോ പിന്നെ കാക്കന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം നിലനിർത്താനുള്ള ആഗ്രഹം കൊണ്ട് പോയി അതിനെ കല്യാണം വെച്ചാൽ അവനാന്റെ ഭാര്യ വേറേക്ക് പോവുകയിൽ പിന്നെ നിൽക്കരുത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ കഴിയുമെങ്കിൽ കഴിക്കുന്നതാണ് വേണ്ടത്. കെട്ടാലോ എന്നാ കെട്ടി വെക്കാനല്ല കെട്ടാലോ എന്നൊക്കെ ഇവിടുന്ന് ആവേശത്തിൽ പറയാൻ. എത്രയോ കേസ് പാവപ്പെട്ട പെൺകുട്ടിനെ രക്ഷപ്പെടുത്താനും ബുദ്ധിമുട്ടുള്ളവരെ കഴിച്ചിലാക്കാനൊക്കെ വേണ്ടി കെട്ടിയിട്ട് ആദ്യം കെട്ടിയതായിട്ട് ബന്ധം മുറിഞ്ഞു പോകുന്ന കേസ്. കെട്ടാലോ എന്ന് പറഞ്ഞാല് കെട്ടണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ നമ്മളീ പണ്ഡിതന്മാര് പറയണാണല്ലോ നമ്മളിപ്പോ കേൾക്കണത്. നമുക്കിപ്പോ ഖുർആനിൽ നിന്ന് നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാനുള്ള ഇൽമില്ല. അതുകൊണ്ടാണ് നമ്മൾ പണ്ഡിതന്മാര് പറയുന്നത് കേൾക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സൈലന്റ് കോണ്ടാക്ട്, ഒരു അദൃശ്യ കരാർ ഉണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഒരാള് കല്യാണം കഴിക്കുമ്പോ ആ കല്യാണം കഴിക്കുന്ന പെണ്ണുമായിട്ടോ വലിയുമായിട്ടോ ഞാൻ വേറെ കല്യാണം കഴിക്കൂല എന്ന് കരാറുണ്ടെങ്കിൽ, വേറെ കല്യാണം കഴിക്കണമെങ്കിൽ ഓളുടെ സമ്മതം വേണം. കരാറില്ലെങ്കിൽ സമ്മതം വേണ്ട. ഓൾ അറിയണമെന്നില്ല വേറെ കെട്ടണമെങ്കിൽ, ഓളോട് ചോദിക്കുന്നുമാണ്. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം ആദ്യ ഭാര്യയോട് ചോദിക്കണമെന്നില്ല പിന്നെ കല്യാണം കഴിക്കാൻ എന്നാണ്. ചില പണ്ഡിതർ പറയുന്നു, ഏകപത്നി സമ്പ്രദായമുള്ള ഇന്ത്യയെ പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ കരാർ പ്രത്യക്ഷത്തിൽ ചെയ്യുന്നില്ലെങ്കിലും ഒരു പരോക്ഷ കരാർ ഉണ്ട് എന്നാണ്. അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ അറേബ്യൻ നാട്ടില് ഒരാള് കല്യാണം ആലോചിക്കുമ്പോ അയാള് വേറെയും പെണ്ണ് കെട്ടും എന്നറിഞ്ഞാലും ഇത് കെട്ടിച്ചു കൊടുക്കണേ അവൾക്ക് തടസ്സമില്ല. അതേസമയം ഇവിടെ നിങ്ങളെ മോളെ കല്യാണം ആലോചിച്ച് വരുന്ന ഒരു ചങ്ങായി വേറെ കല്യാണം കഴിക്കും കുറച്ച് കഴിഞ്ഞാൽ അറിഞ്ഞാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുവോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊരു ഉറപ്പിലാണ് നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അത് ഒരു പരോക്ഷ കരാറായി കണ്ടുകൊണ്ട് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കല്യാണത്തിന് സമ്മതം വേണമെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതൊരു നെസ്സല്ല, എതിരഭിപ്രായം ഇല്ലാത്ത കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാന്ന് പറയാൻ കഴിയൂല. പക്ഷെ അങ്ങനെ ഒരു പണ്ഡിതാഭിപ്രായം ഉണ്ട് എന്ന് നിങ്ങളൊരു മനസ്സമാധാനത്തിന് വേണ്ടി, പെണ്ണുങ്ങളെ മനസ്സമാധാനത്തിന് വേണ്ടി പറയും. അത്രേ ഉള്ളൂ, ഒരു സമാധാനം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ തലാഖ് കഴിഞ്ഞു, ഇദ്ദഹി കഴിഞ്ഞു അല്ലേ? ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് വീറും വാശിയോടുകൂടി സംസാരിക്കുന്നവരാണ്. ഏക സിവിൽ കോഡിനെതിരെ സമരം ചെയ്യുന്നവരാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് നിലനിർത്താൻ ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നവരാണ്. പക്ഷെ ഇതേ നമ്മൾ തന്നെയാണ് ശറഈയായ ഇത്തരം നിയമങ്ങളെല്ലാം യാതൊരു ഗൗരവവും ഇല്ലാണ്ട് ലംഘിക്കുന്നത്. അതിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ പണങ്ങി പോരെ പോയി നിൽക്കുക. ചിലപ്പോ നിങ്ങൾ ഇద్దര് കല്യാണം ആലോചിക്കരുത് എന്ന് പറയുന്നു. ചിലപ്പോ തലാഖന്നെ ചോദിച്ചു പോണത് വേറെ കല്യാണം കണ്ടുവച്ചിട്ടായിരിക്കും. കാരണം ഇവിടെ പിണങ്ങി കൂടി നിൽക്കുകയാണ്. അപ്പോ ഓളിവിടെയും ഓനവിടെയും കുറെ കാലമായിട്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഓളെ വേറെ ആർക്കോ കെട്ടിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഓനോട് തലാഖിന്ന് വാങ്ങിക്കോ എന്നാ അവളും കെട്ടിക്കാന്ന് പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതിന്റെ എത്ര കടുപ്പാണ് ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്.
നമ്മുടെ നാട്ടില് ശരീരത്തിനോടുള്ള നമ്മുടെ ഒരു ബന്ധം ഈ അളവിലൊക്കെയാണ് ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതല്ലേ ഉള്ളൂ. ഇനി നിങ്ങളോട് തലാഖിനെ പറ്റി ചോദിച്ചാൽ എന്തോ നിങ്ങൾ പറഞ്ഞു തരൂലേ? ഇദ്ധനെ പറ്റി ചോദിച്ചാലും പറഞ്ഞു തരൂലേ? ധൈര്യത്തിന് അതെങ്ങനെയാന്ന് വെച്ചാൽ ഓക്കും എന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല. ആയിരിക്കും പറ്റില്ലല്ലോ. പെണ്ണെങ്ങനെ തൊലാഖ് എന്ന് പറയുന്നത് ആണ് പെണ്ണിനെ ചെയ്യുന്ന കാര്യത്തിനാണ്. തലാഖിന്റെ ഒരു ക്ലാസ് നമ്മളെ യൂട്യൂബിലുണ്ട്, കഴിഞ്ഞ ക്ലാസ്. തൊലാഖ് ആണ് പെണ്ണിനെ ചെയ്യുന്നതാണ്. അതില് പെണ്ണിന് അധികാരമില്ല, ആണിന് മാത്രം അധികാരം. തൊലാഖ് ഒരാണ് പെണ്ണിനെ തൊലാഖ് ചെല്ലുമ്പോൾ സ്നേഹബുദ്ധിയാ നമുക്ക് അവനോട് ചോദിക്കാൻ, എന്തിനാ ചങ്ങായി ഇപ്പൊ ചെയ്യുന്നതെന്ന്. അത് വീണ്ടും ചോദിച്ച് കാരണം വ്യക്തമാക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. തൊലാഖ് ചെല്ലുന്ന ഒരാൾ എന്തിനെന്റെ ഭാര്യയെ തൊലാഖ് ചെല്ലി എന്ന് പരസ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയുമാണില്ല. ഇത് കേട്ടാൽ തികച്ചും സ്ത്രീ വിരുദ്ധമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ സ്ത്രീ പക്ഷമാണ്. ഒരാൾ അയാളുടെ ഭാര്യയെ തൊലാഖ് ചൊല്ലിയിട്ട് അതിനുള്ള കാരണമല്ല ഇയാൾ പരസ്യപ്പെടുത്തി, അതിനനുസരിച്ച് ഓളുടെ ക്വാളിഫിക്കേഷൻ കുറയല്ലേ? പെണ്ണിനെ ആണിനെ വിട്ടു പോണെങ്കിലോ അതിന് ഫസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഓൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു കാതിന്റെ മുന്നാകെ ചെയ്യണം. പെണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും, കാരണം പെണ്ണിനെ ആണിനെ കെട്ടിച്ചു കൊടുക്കുകയാണ് ഒരു വലിയ, അല്ലാണ്ട് ഓള് പോയിട്ട് ആണെന്ന് മുതൽ നിങ്ങളെ പെണ്ണുങ്ങളാന്നറിയാലോ. അതേ സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ പെണ്ണിന് തനിച്ച് ആ കരാറിൽ നിന്ന് ഒഴിവാകാനും പറ്റൂല. ആ കരാർ ഒഴിവാകണമെങ്കിൽ കാതി വേണം. നിക്കാഹിന് കാതി വേണ്ട, നിക്കാഹിന് ഖത്തീബിന്റെ ആവശ്യമില്ല, ഷറയിൽ ഖത്തീബിന് ആവശ്യമില്ല. എന്നെ വിളിച്ചോളിച്ചോ വേറെ കാര്യം, പക്ഷേ വേണ്ട. ഇസ്ലാമികമായ വിവാഹത്തിന് വലിയ വരന് 2 സാക്ഷി മതി. കുത്തുബ നിർബന്ധമല്ല. ഇനി കുത്തുബ നടത്തണമെങ്കിൽ തന്നെ ഒന്നുകിൽ വരന് നടത്താം, അല്ലെ വലിയ നടത്താം, സാക്ഷികൾ ആർക്കും നടത്താം, ഖത്തീബ് വേണം. പക്ഷേ പെണ്ണ് ആണിൽ നിന്ന് വിവാഹ കരാർ ഒഴിവാക്കുന്ന ഫസ്റ്റ് ആണെങ്കിൽ, അതേപോലെ ആണും പെണ്ണും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് നടത്തുന്ന മുബാറയാണെങ്കിൽ, അതല്ലെങ്കിൽ പെണ്ണിന് ആണ് തൊലാഖിന് അധികാരം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒക്കെ എന്ത് വേണം? കാതി വേണം. അപ്പൊ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.